ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നോക്കണം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം തന്നെ പാത്തിന് കിട്ടോ? അത് നോലിമ്പില്ലാത്ത കള്ളത്തിതാ കടലൊന്നും നോലിമ്പില്ല എനക്ക്. അത് നോലിമ്പില്ലേ? ഇല്ല. എന്താ നോലിമ്പോലിക്കാത്ത്? എന്താ നോലിമ്പോലിക്കാത്ത് പറേ. എന്താ നോലിമ്പോലിക്കാത്ത്? നോലിമ്പോലിക്ക കടലെന്ന് എവിടുന്ന കടല? ആരാ കൊടുന്ന്? ബേ. അപ്പൊ നമ്മുടെ പാത്തുമ്മയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇന്ന് രണ്ടാമത്തെ നോലുമ്പാട്ടോ. ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങളെ വർത്താനം സുഖമല്ലേ? നോലുമ്പൊക്കെ എങ്ങനെയുണ്ട്? ഒന്നാമത്തെ നോലുമ്പൊക്കെ എങ്ങനെ, എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് നോലുമ്പാണ് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത ക്ഷീണമൊന്നുമില്ല. പക്ഷെ പുറത്ത് ഭയങ്കര വെയിലാട്ടോ. ഇന്നലെ രാത്രി ഒരു മഴ പെയ്തിരിക്കണം, പക്ഷെ നമ്മളെ പിടിക്കൊന്നും പെയ്തിട്ടില്ല. പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ പെയ്തിരിക്കണം. ഇന്നലെ രാത്രി പോയപ്പോൾ അവിടുന്ന് ഒരു മഴ കിട്ടി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പെരും വെയിലാണ്. പുറത്ത് കണ്ടോ, പുറത്ത് ഫുള്ള് വെയിലാണ്, പെരും വെയിലാണ് അല്ലേ പാത്തുവോ? അപ്പം ഇന്നിതാ പാത്തുമ്മ ഉണ്ട് നമ്മളെ വീഡിയോയിൽ അല്ലേ. ഒരു ടാറ്റ കെട്ടി കൊടുത്ത എല്ലാവർക്കും ടാറ്റാ. അപ്പം നമ്മയൊക്കെ ഇവിടെ പട്ടക്കൊടിയൊക്കെ കെട്ടിച്ചു കൊണ്ടോ നോലുമ്പായിട്ട്. എമ്മ പട്ടക്കൊടി കെട്ടിക്ക മഴക്കാലത്തേക്കുള്ളത് ശേഖരിച്ച് വെക്കാനല്ലേ. ഇന്നലെ മഴ മൂടിക്കൊന്നുമല്ല, പെരിന്തൽമണ്ണക്ക് ഒക്കെ പെരുമഴ പെയ്തുക്കണു, നല്ല മഴ പെയ്തുക്കണു. അപ്പോൾ വേനൽക്കാലത്തേക്കുള്ള ഓലക്കൊടി കെട്ടിയേക്കാട്ടോ. അല്ല, മഴക്കാലത്തേക്കുള്ള ഓലക്കൊടി കെട്ടിയേക്കാം. ഇപ്പൊ വേനലാണല്ലോ അല്ലേ. എന്താ വെയിലിച്ചിട്ടെന്ന്. നമ്മുടെ പഞ്ചായത്തിന് എത്തി. എത്ര കോഴിക്കുട്ടി ഉണ്ട് ഉമ്മ? 5 എണ്ണോ? 5 കോഴിക്കുട്ടികളുണ്ട് കേട്ടോ. നമ്മളെ റംബുട്ടാൻ്റെ മരം അന്ന് നട്ടതാണ്, പിന്നെ വലുതായിക്കൊണ്ടോ, മരം വലുതായിക്കണം. അതേപോലെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു ഇതുണ്ടായിക്കണു അല്ലേ, ഒരു അമ ഉണ്ടായിക്കണു അല്ലേ. അതിന് വെള്ളമൊന്നും വല്ലാതെ വേണ്ട സാധനത്തിന്. കുറേ ആൾക്കാർ കമൻറ്റ് ചോദിച്ചിരുന്നു ആ ഡ്രാഗൺ ഫ്രൂട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ കാണിച്ചു കേട്ടോ, നമ്മൾ അന്ന് നട്ടത്. എന്ത് നട്ട പോലെ തന്നെ ഉണ്ട് ഇത്. അല്ല, അതിന് പുതിയൊരു അമ പൊട്ടിക്കണം, അല്ല വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, വലുതായിട്ടില്ല സാധനം. ഇതാട്ടോ, ഇതാ സാധനം. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടതിന് ഇതാ പുതിയൊരു ഇത് പൊന്തിക്കണു, വലുതായിക്കണു. പഴയത് ഒടിയും ചെയ്തിക്കണു. ആദ്യം നമ്മൾ നടുമ്പുണ്ടായിരുന്നത് ഒടിയും ചെയ്തിക്കണു, മറ്റേ ഉണ്ടാവുകയും ചെയ്തിരിക്കണു. എന്തായാലും ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല, ഉണ്ടായിക്കണ്. വലുതായിട്ടില്ല എന്നുള്ളൂ, ആ വലുപ്പം തന്നെ ഉള്ളൂ. അപ്പോൾ പെരുന്നാക്കൊക്കെ വലുതായി ഇറക്കാനുള്ള സാധനം അല്ലമ്മ. കോഴി പെരുന്നാക്കൊക്കെ വലുതാകൂല. ഏത്? കോഴി വണ്ടിയിലേ പോകുമ്പോ എനിക്ക് കോഴി ഫാമിൽ ഇങ്ങനത്തെ കോഴികൾ ഉണ്ടാവൂലേ. കോഴി ഫാമിൽ ഫുള്ള് വെള്ള കളറാവും, യൂണിഫോം ഇട്ടവരാവും. ഇതേപോലെ പല കളർ ഉണ്ടാവില്ല, ഒന്നും അരക്കേ ഉണ്ടാവുള്ളൂ. കടയിൽ ഇറക്കുന്നതോ പല കളർ വരുന്നുണ്ടാവില്ല, ഫാമിൽ ഉണ്ടാവും. ഈ 2000 എണ്ണത്തിലൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ, 1-2 എണ്ണം ഉണ്ടാവുള്ളൂ, ഫുള്ളുണ്ടാവില്ല. അത് ഇടക്ക്. ഇപ്പോൾ മഴക്കാലത്തേക്കുള്ള പട്ടക്കൊടിയൊക്കെ തട്ടി കൊട്ടിയിട്ട് പോലും ഞാൻ നീച്ചപ്പോഴത്തിന് ചൂലുണ്ടാക്കിക്കണൂലമ്മ. ചൂല് ചിന്തിക്കാണ് ഏറെ. അതിൻ്റെ ഓലക്കൊടിയാണ് എടുത്തുവെച്ചിരിക്കണത് കേട്ടോ. എന്തിൻ്റെ? ഈർക്കിലുള്ള ഓലക്കൊടിയാണ് എല്ലാവരും എടുത്തേക്കല് ഇത്ര. പക്ഷെ ഞങ്ങളിവിടെ ചൂല് ചീന്തിയപ്പോൾ ബാക്കിയുള്ളത് കളയണ്ട എഴുതിയിട്ട് എടുത്തുവെച്ചിരിക്കുകയാണ് അല്ലേ. ബാക്കിയുള്ളത് വെറുതെ കളയണ്ടല്ലോ, അപ്പോൾ എടുത്തുവെച്ചിരിക്കുകയാണ്. മഴക്കാലത്ത് നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ചിലപ്പോൾ നോലുമ്പാവുകൊണ്ട് ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രാവിലെ രണ്ടാളും പാടെ ഇരുന്ന് ചീന്തി ഉണ്ടായിക്കാണ്. ചൂല എവിടെമ്മ? എന്നിട്ട് ചൂലോ? ചൂലൊക്കെ എടുത്ത് രാവിലെ എത്ര സമയമായിട്ടുള്ളൂ വെച്ചിട്ടാ? സമയം ഇപ്പം എത്രയാ? 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് പോലെ ചൂല് ചീന്തൽ കഴിഞ്ഞു. ഇന്നിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലല്ലോ. പണിയുണ്ട് പിന്നെ വൈകുന്നേരത്തേക്കല്ലേ, അപ്പോഴത്തിന് കുറച്ച് കഴിയുമ്പോഴത്തേനും തട്ടിക്കൂട്ടാവും. അപ്പോൾ പാത്തുമ്മേൻ്റെ അടിയിൽ മേലേക്ക് മണ്ടിക്കണം. എന്തിനു ഏതാ പടച്ചോനെ, തോക്കൊക്കെ രാവിലെ തന്നെ എടുത്ത് വരുന്നു.
ആരെ കൊല്ലാനാ? ആരെ കൊല്ലാനാ തോക്ക്? പാത്തോ മനസ്സിലായില്ല. ആരനെ കൊല്ലണ്? ഭൂതനെ? ആ ഭൂതത്തിനെ കൊല്ലാൻ രാവിലെ തന്നെ തോക്കൊക്കെ കജ്ജി പിടിച്ചിട്ട് നടക്കണ ഞങ്ങള് ല്ലേ? നോലും പറഞ്ഞില്ലേ ജി കടലുണ്ട്? അവിടെ വേറെ ആർക്കൊക്കെ നോലുമ്പില്ലാത്ത? ഉമ്മക്ക് നോലുമ്പില്ലേ? നോണ്ട പറയരുതിട്ട് ജ്. ഉമ്മ മേലക്കുടിയിൽ ഉമ്മമാക്ക് നോലുമ്പില്ലാന്ന്. പിന്നെ ആർക്കൊക്കെ ഇല്ലാത്ത? ഇന്റെ ബുക്ക്, നമ്മളെ ബുക്ക് അല്ല. ഉമ്മമാക്ക് നോലുമ്പില്ല? പിന്നെ ആർക്കല്ലാത്ത? ഇപ്പപ്പാക്കുമില്ല. പിന്നെ 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 ആർക്കല്ലാത്ത? പിന്നെ ആർക്കല്ലാത്ത? ഉമ്മമാക്കും ഉപ്പപ്പാക്കും അല്ല. പിന്നെ ആർക്കല്ലാത്ത? അണക്കില്ലേ? അണക്കൂല്ല. പിന്നെ ഇബച്ചിക്കുണ്ടോ? ഇബച്ചിക്കുണ്ടോ? പിന്നെ ആർക്കാ? ഇമ്മച്ചിക്കുണ്ടോ? ഇമ്മച്ചിക്കുമില്ല. പിന്നെ ആർക്കാണില്ലാത്ത? ഷാനുവിനുണ്ടോ? ഇല്ല. അവിടെ ആർക്കും നോലുമ്പില്ലേ? അപ്പൊ മേലക്ക് റമദാൻ മാസം ബാധിച്ചിട്ടില്ല ല്ലേ? മേലത്തെ പെരീക്ക് റമദാൻ മാസം ബാധിച്ചിട്ടില്ലല്ലോ? ഇല്ല അല്ലേ? നമ്മള് അതിൽ പെടൂല അല്ലേ? ഞങ്ങൾക്ക് മേലത്തെ പെരീക്ക് പാത്തുവിന്റെ പെരക്കാർക്ക് റമദാൻ മാസം ബാധിച്ചിട്ടില്ല അല്ലേ? കഞ്ഞി കുടിച്ചു വന്നിട്ടോ എല്ലാരും? എന്താ കഞ്ഞിക്ക് ചോറിന് കൂട്ടാന്? അത് പറഞ്ഞോ. മീനോ? രാവിലെ എന്തായിരുന്നു? രാവിലെ മീനോ? എല്ലാരും ചായ കുടിച്ചോ എന്നിട്ട്? മീൻ കൂട്ടിട്ട് എല്ലാരും ചായ കുടിച്ചു രാവിലെ അല്ലേ? അവിടെ അപ്പൊ അതുകൊണ്ട് പാത്തുവിന്റെ അടുക്ക് റമദാൻ മാസം ഒന്നും ബാധിച്ചിട്ടില്ല. മീനുണ്ടോ? പിന്നെ വേറെന്താ ഉള്ളത്? ചോറോ? പിന്നെ എന്താ കറി? കറി മാമു. ഇറച്ചിണ്ടോ? കോയിണ്ടോ? കോയില്ല? ഇല്ല. കോയിണ്ടോ? എന്ത് ഇന്നുണ്ടാക്കിയ ചൂല? എത്ര ചൂലുണ്ട്? ഇന്ന് രാവിലെ മുതല് രണ്ടാളും പാടെ ചീന്തി ഉണ്ടാക്കിയതാട്ടോ. എത്ര എണ്ണം? 3 എണ്ണോ? 3 ചൂലുണ്ട്. 1 2 3 ചൂലുണ്ട് കേട്ടോ. ഇന്നെന്താ വെള്ളം പോലും പറക്കാനാകുമ്പോഴത്തേന്? ഇന്നെന്താ ഉണ്ടാക്കണ്? ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇന്നലെ ഞാൻ വേറെ പുറത്തു കൂടെ ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്നെന്തമ്മ? ഇന്നലെ പത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. അതല്ല, ഇന്ന് നോലും പറക്കാൻ വെള്ളം എന്താ ഉണ്ടാക്കണ്? ഇന്നലെ ലൈമ്. ഇന്നെന്താ? ഇന്ന് ഇളനീര് ജ്യൂസ് അടിച്ചാലോ? ഇളനീര് നമ്മളെ ഇങ്ങല്ലേ? ഇളനീരില്ലേ? തേങ്ങയല്ലേ ഇല്ലാത്തുള്ളൂ? നോക്കിയേക്കട്ടെ. തേങ്ങ ഇല്ലാന്നോ? ഇക്കുറി തേങ്ങ കമ്മിയാട്ടോ. കഴിഞ്ഞൊല്ലൊക്കെ തേങ്ങ ഉണ്ടായിരുന്നു. ഇക്കുറി തേങ്ങ കമ്മിയാണ്. ഇനി നമ്മക്കാകെ ഒരു തെങ്ങുള്ളൂ. ആ ഒരു തെങ്ങുമ്മേ ഉള്ള തേങ്ങയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതിന്മേ തേങ്ങ ഇക്കുറി കമ്മിയാണ്. ഇളനീരുണ്ട് നോക്കിയേക്കാം. ഉണ്ടീച്ച ഇളനീര് ജ്യൂസ് അടിച്ചാട്ടോ. അപ്പോൾ നമ്മളെ വളപ്പിലുള്ള ഏക തെങ്ങ് ഇതാണ് കേട്ടോ. ആകെ ഒരു തെങ്ങല്ല. അതിൽ ഇളനീരുണ്ടോ നോക്കിയാൽ തേങ്ങയൊക്കെ തേങ്ങ ഇപ്പം മൂത്തുക്കണു. ഇളനീരുണ്ട്. ഈ 3 എണ്ണം നിൽക്കണ ഇളനീരാട്ടോ. അപ്പം എന്നാൽ അതിട്ടിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് നോമ്പറക്കാനാകുമ്പോഴത്തേനുള്ള ജ്യൂസ് നമുക്ക് ഇളനീര് ജ്യൂസാക്കാം. ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ. അയിമത് ഇളനീര്, അയിമണ്ട് ഇളനീര് ഇതല്ലേ? തോട്ടിയുണ്ടോ? തോട്ടില്ലേ? എവിടെ? വലിയ തോട്ടിയാ? എന്നാ ബാല ബാ. ഇളനീരിടാനുള്ള തോട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എത്തുമോന്ന് അറിയില്ല. കവുങ്ങ് പോലെ നീണ്ടു പോയിക്കണു. പത്തുവോ? അണക്കാൾ നീരാണോ?
അതിനോളെ മൂക്കിൽ എന്തുണ്ട് ഇത്ര കളഞ്ഞെടുത്താണ് ഇമ്മമ്മ. എന്താണ് ജലദോഷ? ജലദോഷം തുടക്കണ്ട, അത് തുടച്ചെടുത്താണ്. മൂക്കിൽ എന്തുണ്ട് പറഞ്ഞു, മൂക്കിൽ എന്തുണ്ട് പറഞ്ഞു. അപ്പോൾ ഇതാട്ടോ നമുക്കിനി തോട്ടി കെട്ടിയിട്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കാനുള്ള ഇളനീരിറക്കുക. അപ്പോൾ മക്കളെ നമ്മൾ തേങ്ങ ഇടാൻ മേലേക്ക് എത്തിക്കും കേട്ടോ. ഇതാ തോട്ടിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ട് വേണം ഇനി. തോട്ടി പുതിയ തോട്ടിയാണ്, അപ്പോൾ പഴയതില്ല, പുതിയത് വെട്ടിക്കൊടുന്ന് വെച്ചാണ് ഉമ്മമ്മ. അപ്പോൾ ഇതുമ്മ ഒരു ചെറിയൊരു ഇതും കൂടി കേൾക്കണം, എന്നാലേ നമ്മളെ തെങ്ങുമ്മക്ക് എത്തുള്ളൂ. അല്ലേ പാത്തുവോ? ഇതുമ്മക്ക് ഇതാ ചെറിയൊരു കമ്പും കൂടി വെച്ചാലേ നമ്മളെ തെങ്ങിൻ്റെ മേലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ എത്തൂല. ഉണ്ടല്ലേ, കുറേ ലോങ്ങിലാണ്. പാത്തുവോ, അമ്മായിയുടെ അടുത്ത് പോയിട്ടേ കോലി തരാൻ പറ. വണ്ടി പോയി പറ. എന്താ പായുന്നു. അപ്പം അത് ഇളനീരിടാൻ വേണ്ടി പാത്തു ഞാൻ ഇവിടെ തോട്ടി കെട്ടാണല്ലോ. പാത്തുവോ എന്നാ പിടിച്ചേ, ഇളനീര് വേണ്ടേ? അവിടെ അല്ലേ പിടിച്ചണ്ടേ, ഇവിടെ പിടി, ഇതുമ്മ പിടി, രണ്ടും പാടെ പിടി, ഇതും പിടി. അവിടെ വെച്ചളന്നാ, ഞാൻ കെട്ടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തോട്ടി കെട്ടി സെറ്റാക്കിയിട്ട് വേണം കേട്ടോ, കാരണം ഈ തോട്ടി കൊണ്ട് എത്തൂല, കാരണം തെങ്ങ് ഒരുപാട് വലിപ്പുണ്ട്. പാത്തു കയറൊക്കെ കൊടുന്നിട്ട് നമ്മളെ കെട്ടാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ പാത്തുവോ? ഇളനീര് വേണോ അനക്ക്? അനക്ക് വേണോ ഇളനീര്? വേണോ? വേണ്ടല്ലോ, തരില്ല കേട്ടോ. അപ്പം നമ്മളെ തോട്ടിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടോ. ഇനി ഇടട്ടെ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, അതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും ഉണ്ടാവില്ല, ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലേ പാത്തുവോ? അങ്ങനെ നമ്മളെ തേങ്ങടൽ കഴിഞ്ഞു കേട്ടോ. 1 2 3 4 കിട്ടിയില്ലമ്മ, 4 ഇളനീര് കിട്ടി. പാത്തുവോ 4 എണ്ണം കിട്ടി. വണ്ടി പോയി എടുത്തിട്ട് വാ. അയ്യാ 4 ഇളനീര് കിട്ടിട്ടോ. ജ്യൂസ് അടിച്ചാലോ അതിൻ്റെ അപ്പുറത്തേക്ക് കഴിക്കണു. 4 തേങ്ങയിൽ 2 എണ്ണം പാട്ടൂണ് അല്ലേ? എന്നെടുത്തോ, 2 എണ്ണം എൻ്റെ എടുക്കൊണ്ട് കഴിക്കും. നിങ്ങൾ ജ്യൂസ് അടിച്ചോളി. കണക്ക് ഇത് പൊന്തുവോ? പിടിച്ചാ പൊന്തൂക്കിയേക്ക്, പൊന്തുവോ? എന്നാ കൊണ്ടയച്ചിട്ട് വാ. പൊന്തുവോ? പൊന്തൂല? ഒന്ന് പിടിച്ചോക്ക്, ഒന്ന് പൊന്തിച്ചോക്ക്. എന്നാ 2 അജോണ്ടും പിടിച്ചാ, പിടിച്ച് മേ നേരെ പിടി. പൊന്തൂല? ഓൾക്ക് പൊന്തൂല, ചെറുത്. അങ്ങനെ പിടിച്ചോ, അയിമ തൂക്കിയ പോലെ, അമ്മായി തൂക്കിയ പോലെ തൂക്കിക്കോ. 2 അജോണ്ട് ബെൽറ്റ് പിടിച്ചിട്ടോ, കനുണ്ട്. കൊണ്ടാ വയ്ക്കോ? ഇല്ല എന്നിട്ട് 4 നെട്ടിയിൽ 2 എണ്ണം നമ്മളെ മേലക്കും 2 എണ്ണം പിടിക്കും. 2 ഇറന്നിട്ട് ജ്യൂസ് ആയിക്കോട്ടെ. പാത്തുന് വെള്ളം വേണോ? ഒന്നത്തെ വെള്ളം വേണോ? അത് ചളിയാണ്. കയ്യക്കിക്ക പോയിട്ട് കയ്യക്ക്. തുറക്കേ അതിലെ ഏതിരയിലൊക്കെ ഒന്നില് ഇങ്ങനെ പോരും ചിജേ, വെള്ളത്തിൽ കളിച്ചണ്ട. നോലുമ്പില്ലാത്ത കള്ളത്തി. പാത്തുവോ ഇവിടെ ഇനി ആർക്കും നോലുമ്പില്ലാന്ന് പറഞ്ഞു അല്ലേ പാത്തുവോ? അൻ്റെ ഇവിടെ ആർക്കും നോലുമ്പില്ലല്ലോ. ഇതിലില്ലാന്ന് ഗൈസ്. നമ്മളെ ഇളനീര് നീ ഒരു പാത്രം എടുത്താല് പാത്തുവിന് കുടിച്ച ഇളനീരിന് കൂട്ടിക്കണു. ചെറിയ ഉറപ്പ് കഴിക്കും കേട്ടോ. എച്ചുണ്ടോക്കിയേക്ക്, തിന്നോക്ക് തേങ്ങ പെണ്ണെ, തിന്നോക്ക്. വേണ്ട, ഇന്ന് ക്ലാസ് എടുത്തില്ലേ. എന്നാ വെള്ളം കമ്മിട്ടോ. അതിലുണ്ടോക്കിയേക്ക്. രസമുണ്ടോ? രസമല്ല ഇങ്ങനെ കാട്ട്, തരൂല കണക്ക്. രസമുണ്ടോ അല്ലേ അത് പറ. രസമുണ്ടോ? എന്നാ കുടി. എന്നാ അവിടെ ഇരുന്ന് കുടിച്ച് അവിടെ ഇരിക്ക്. ഇത് പൊളിച്ചണോ? മറ്റേ വെട്ടി തരണോ?
മറ്റേ വെട്ടി തരണോ? അപ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ചാനുള്ള ഇളനീരും അതിൻ്റെ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ജ്യൂസ് അടിച്ച ഇപ്പം തന്നെ അടിച്ചേക്കണ്ട, എന്തായാലും 12-1 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ അടിച്ചേക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് അടിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ. ഇതിൽ പാല് കൂട്ടൂല ഇമ്മ, പിന്നെ പാല് കൂട്ടാത്ത ആളാവുകൊണ്ട് പാല് കൂട്ടണില്ല. വെറും ഈ ഇളനീരിൻ്റെ വെള്ളവും കുറച്ച് പച്ചവെള്ളം പിന്നെ ഇതും പിന്നെ 2 ഏലക്കായും. പാല് പാർന്നാൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടും, സാധനത്തിന് സെയിം ടേസ്റ്റ് തന്നെ ആവും ഏറെക്കുറെയൊക്കെ. കാരണം പാല് പാർന്നാൽ മദർ കൂട്ടൂല, ഉമ്മ പാല് കൂട്ടൂല, അതേപോലെ പുഴമീൻ കൂട്ടൂല, അങ്ങനെ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉമ്മാ ബാ പഠിച്ചണോ, അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലെന്നാ. വെള്ളം തന്നെ ഉള്ളൂ, വെള്ളം കുറച്ചുള്ളൂ. അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലോ, ബാക്കി പച്ചവെള്ളം കൂട്ടിയാൽ മതി. എന്നാൽ മിസ്കി നമ്മളിതാ ഇളനീര് ഇട്ടിട്ടേക്ക് ഏലക്കായല്ലേ. ഇപ്പോൾ ഗെയ്സ് ഇതാ ഏലക്കായ ഇട്ട് കൊണ്ടേക്ക്. ഏലക്കായ എത്ര ഇട്ട്? 2 2-3 ഏലക്കായ ഇട്ടിക്കണു. അതേപോലെ പഞ്ചസാര എന്താ നന്നേക്ക്. ആ മധുരം ഓവറാകുമോ? പഞ്ചസാര കട്ടകളായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് തേങ്ങയുടെ വെള്ളം, കുറച്ച്. ഇനി ഒന്ന് അടിച്ചിട്ടേ ബാക്കി പാരുള്ളൂ, അല്ലെങ്കിൽ മൊത്തത്തിൽ അരിയില്ല, അതുകൊണ്ടാണ്. പറഞ്ഞല്ലേ? യെസ്, ഓണാണ്. അത് ഞാൻ അവിടേക്കുള്ള ലേറ്റ് ഇട്ടാണ്. കഴിക്കണോ? ഏറെക്കുറെ കഴിക്കണല്ലേ. കുറച്ചുകൂടി വെള്ളം പാർന്നടാ. ഈ തേങ്ങയുടെ വെള്ളം ഫുള്ള് പാരല്ലേ? നീരില്ല. ഒന്നുകൂടി അടിച്ചോളാം വെള്ളം പാർന്നിട്ട്. അറിഞ്ഞിട്ടില്ലേ ഫുള്ള്? സംഗതി ഫുള്ള് ജ്യൂസ് ആയിക്കണു. ഞാൻ വെള്ളം പാർന്നിട്ട് ഒന്നുകൂടി അടിച്ചട്ടോ, മിക്സ് ആകാൻ വേണ്ടിയിട്ട്. അതിക്ക് പറഞ്ഞു വെച്ചോളാം. അപ്പം നമ്മുടെ ഇളനീര് ജ്യൂസ് റെഡി ആയിക്കും കേട്ടോ. അരിച്ചാനൊന്നും ഇല്ല അല്ലേ? കറക്റ്റ്. നല്ല ഇതായിക്കണു, ഒരു കാമ്പും ഇല്ലാതെ ഫുള്ള് അരഞ്ഞിക്കണു കേട്ടോ. കണ്ടില്ലേ? നീക്ക് എന്ത് വെള്ളം പാരണമെന്ന് പറഞ്ഞമ്മ? നീ കുറച്ച് പച്ചവെള്ളം പാർന്ന് നീട്ടി വെച്ചാൽ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടോ. അത് ഇതിക്ക് പറഞ്ഞാൽ അത് ഈ ജാറിലൊന്ന് പറഞ്ഞിട്ട് എടുത്തളാം. ഒന്നുകൂടി അടിച്ചണോ? വെറുതെ ആ ജാറത്തിന് പോരാ. റെഡി ആയിട്ടോ. നീ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ നല്ല തണുപ്പുണ്ടാവും നോമ്പ് തുറക്കാൻ നേരത്തേക്ക്. ഇതെന്താ പിന്നമ്മ? ഇമ്മമ്മ പച്ചവെള്ളം കൂട്ടൂല, അപ്പോൾ തിളപ്പിച്ചേറിയ വെള്ളമാണ് കേട്ടോ ഇത്. എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ ഇരുന്ന്, തണുപ്പല്ല പ്രശ്നം, പച്ചവെള്ളം കൂട്ടൂല അല്ലേ? ഇപ്പം തണുപ്പൊന്നുമില്ല, പക്ഷെ ചൂടേറിയ വെള്ളമാണ്. തിളപ്പിച്ചേറിയ വെള്ളത്തിലൊക്കെ ജ്യൂസ് അടിച്ചത് വേറെ എവിടെയെങ്കിലും കണ്ടുകൊള്ളൂല്ലേ? കുറച്ചുകൂടി വെള്ളം പറഞ്ഞല്ലോ. നല്ല കുറവുണ്ട്. ശരീര പോയൊക്കെ തന്നെ വേണ്ടിവരും. ആരാത്? പോരെ വെള്ളം കഴിയില്ലമ്മ? അവിടെ ഉണ്ടോ? അപ്പോൾ നല്ല ടൈറ്റാണ് കേട്ടോ സാധനം. അപ്പോൾ ഒന്നും കൂടി ജ്യൂസ് ആക്കണമെങ്കിലേ സ്പൂണ് കിട്ടി. കുറച്ചുകൂടി വെള്ളം പറഞ്ഞിട്ടേ പറഞ്ഞൂല്ലേ? അത് മതി, ഒരുപാട് വെള്ളം വേണ്ട, അത്ര കുടിച്ചൊന്നുമില്ല. ഈ ഇപ്പത്തെ ആർത്തിയൊന്നും ഉണ്ടാവില്ല നോലും പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ? നമ്മളെ ജ്യൂസിന്റെ പരിപാടി കലാസ് കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ സാധനം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക, നോമ്പറക്കാൻ നേരത്ത് തുറക്കുക. യെസ്, അടച്ചു. നീ വെച്ചോ. ഈ നോമ്പറക്കാൻ നേരത്ത് തുറക്കുക, എടുക്കുക, കുടിക്കുക. ഓലിക്കും വെട്ടി കൊടുത്തുക്കണു.
അപ്പം ഇന്ന് മേലേപരിയിലും ഇവിടെയും ഇളനീര് ജ്യൂസ് തന്നെ കേട്ടോ. അപ്പോൾ മക്കളെ ഇതാ നമ്മളെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള നമ്മളെ റമദാനിലെ ആദ്യത്തെ വീഡിയോ കണ്ടു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യലിങ്ങൾ എന്തൊക്കെയാണ് കണ്ടു. ഇനി ഇതാ പത്തിരി ഉണ്ട്, കോഴിക്കറി ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞ പോലെ അതിൻ്റെ പണി തുടർത്തും. നമ്മൾ ഒരുപാട് നീട്ടണില്ല വീഡിയോ. അപ്പോൾ തൽക്കാലം നമ്മളൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ജ്യൂസ് അടിയൊക്കെ കഴിഞ്ഞ് ജ്യൂസൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിക്കുന്നു. ബാക്കിയുള്ള പണികളൊക്കെ ഓർക്ക് അവിടെ ഉണ്ട്, കുറച്ച് കഴിയുമ്പോഴേ എടുക്കുള്ളൂ. ഇപ്പോൾ ഉച്ചയായിട്ടല്ലേ ഉള്ളൂ. ഉച്ചയായപ്പോൾ ജ്യൂസ് അടിച്ച് വെച്ചാണ് ഞാൻ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലോ നടക്കില്ല. നമ്മളിപ്പോൾ തന്നെ 2-3 ദിവസമായാലും വീഡിയോ ഇട്ടിട്ടു ഇതായിട്ടൊക്കെ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടാണ് പോകാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.